God has given transforming power in our lives. ദൈവം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തുന്ന ആ ശക്തി നൽകി തന്നിരിക്കുന്നു. It transforms our character. അത് നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുന്നു. All our character must be transformed into a heavenly character. നമ്മുടെ സകല സ്വഭാവങ്ങളും അതൊക്കെയും സ്വർഗീയ സ്വഭാവങ്ങളായി രൂപാന്തരപ്പെടണം. Work of the Holy Spirit, when we study, it does different works. One is, it transforms our character. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അനേകവിധമായ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു എങ്കിൽ തന്നെയും അതിലൊരു പ്രവൃത്തി എന്നത് സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുക എന്നതാകുന്നു. Many, they hate their own character. പലരും തങ്ങളുടെ സ്വന്തം സ്വഭാവത്തെ അവർ തന്നെ വെറുക്കുന്നു. Because they know their weakness. എന്തുകൊണ്ടെന്നാൽ അവരുടെ ബലഹീനത അവർ തിരിച്ചറിയുന്നു. It is not up to that mark or up to that standard. They know it very well. അവർ വിചാരിക്കുന്ന അത്ര നിലവാരത്തിലേക്ക് അത് എത്തിച്ചേരാത്തത് കൊണ്ട് അവർ അതിനെ വെറുത്തുകൊണ്ടിരിക്കുന്നു. They sometimes try to imitate others' character. ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ സ്വഭാവത്തെ അവർ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. Or they try to adopt character of saints in their lives. അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ സ്വഭാവത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ അവർ പരിശ്രമിക്കുന്നു. But they fail. എന്നാൽ അവർ പരാജയപ്പെട്ടു പോകുന്നു. They doubt even anointing of the Holy Spirit many a time. പലപ്പോഴും അത് മുഖാന്തരമായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെയും അവർ സംശയിച്ചു പോകുന്നു. Even some, they complain, after receiving Holy Spirit, there is no change in their life. ചിലർ ഇങ്ങനെയാകുന്നു പരാതി പറയുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിനു ശേഷം ജീവിതത്തിൽ ഒരു മാറ്റവും കാണുവാനില്ല എന്ന്. He is having mighty anointing, but in his character there is no change. ആ വ്യക്തിക്ക് ജീവിതത്തിൽ വളരെ ശക്തിയേറിയ അഭിഷേകമുണ്ട് എങ്കിൽ തന്നെയും ജീവിതത്തിൽ സ്വഭാവത്തിൽ ഒരു മാറ്റം കാണുവാനില്ല. So they doubt Holy Spirit. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അവർ സംശയിച്ചു പോകുന്നു. And they ask questions. അവർ ചോദ്യങ്ങളും ചോദിക്കുന്നു. And you not to doubt about power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. It is having power to change our character. നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവിനുണ്ട്. Sooner or later, it will change our character. എത്രയും വേഗം അല്ലെങ്കിൽ എത്രയും അത് അവസാനത്തിൽ നോക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ സ്വഭാവത്തെ മാറ്റിയിരിക്കും. As they desire and commit in the hands of God, that will do its work. ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും ആ പ്രവൃത്തി പരിശുദ്ധാത്മാവ് ചെയ്യും. In the life of Saul, when we read, സൗലിന്റെ ജീവിതത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ in 1 Samuel 10 chapter 6th verse, ശമൂവേലിന്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, here it was told, when you received that anointing or that spirit, ഇവിടെ അവനോട് ഇപ്രകാരമാകുന്നു പറഞ്ഞത്, നീ യഹോവയുടെ ആത്മാവ് പ്രാപിച്ചതിന് ശേഷം you will become a new man. നീ ഒരു ആൾ മറിയതുപോലെ ആയിത്തീരും, അല്ലെങ്കിൽ ഒരു പുതുമനുഷ്യനായി തീരും. And the spirit of the Lord will come upon thee. യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ വരും. Thou shalt prophesy with them and shall be turned into another man. നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മറിയതുപോലെ ആയി തീരുകയും ചെയ്യും. That prophecy happened in that day itself. അന്നേ ദിനത്തിൽ തന്നെ ആ പ്രവചന നിവൃത്തി ഉണ്ടാകുകയും ചെയ്തു. In 9th verse, when we read, അതിന്റെ 9-ാം വാക്യം നാം വായിക്കുമ്പോൾ, and it was so, when he had turned his back to go from Samuel, God gave another heart. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. Immediately a change happened in his life. ഉടനെ തന്നെ തന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചു. A brand new heart given to him. ഒരു പുതിയൊരു ഹൃദയം അവന് നൽകപ്പെട്ടു. He turned as another man. അവനൊരു വേറൊരു മനുഷ്യനായി തീർന്നു. Everyone could marvel looking unto him. എല്ലാവരും അവനെ നോക്കി ആശ്ചര്യപ്പെടുവാൻ ഇടയായി തീർന്നു. And this is not old Saul. ഇത് പഴയ ശൗലല്ലോ. And totally new character. മുഴുവനായി മുറ്റുമായ പുതിയ സ്വഭാവങ്ങൾ. Through his character, he exhibited to others. അവന്റെ സ്വഭാവം മുഖാന്തരമായി ഇത് മറ്റുള്ളവർക്ക് അവൻ വെളിപ്പെടുത്തി കൊടുത്തു. Even 10th chapter 27th verse, when we read, 10-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം നാം വായിക്കുമ്പോൾ, the children of Belial said, how shall this man save us? They despised him and brought him no presents, but he held his peace. എന്നാൽ ചില നീചന്മാർ ഇവൻ നമ്മെ എങ്ങനെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവനെ ധിക്കരിച്ചു, അവന് കാഴ്ച കൊണ്ടുവരാതിരുന്നു, അവനും അത് ഗണ്യമാക്കിയില്ല. God anointed him. ദൈവം അവനെ അഭിഷേകം ചെയ്തു. So people began to honor him. അതുകൊണ്ട് ജനങ്ങളൊക്കെയും അവനെ ബഹുമാനിപ്പാൻ തുടങ്ങി. Wicked people, they did not honor him. എന്നാൽ നീചന്മാർ, ദുഷ്ടന്മാർ അവനെ ആദരിച്ചില്ല. He could take revenge. അവന് വേണമെങ്കിൽ പ്രതികാരം നടത്താമായിരുന്നു. Because power was in his hand. എന്തുകൊണ്ടെന്നാൽ ആധിപത്യം, അധികാരം അവനുണ്ടായിരുന്നു. But he revealed himself as if a deaf man. എന്നാൽ ചെവി അടഞ്ഞ ഒരു വ്യക്തിയെ പോലെ
അവൻ ആയിത്തീർന്നു. Even in 11th chapter, 12th and 13th verse when we read, 11-ാം അധ്യായം 12ഉം 13ഉം വാക്യങ്ങളും നാം വായിക്കുമ്പോൾ, the people said unto Samuel, who is he that said, shall Saul reign over us? Bring the men, that we may put them to death. അനന്തരം ജനം ശമൂവേലിനോട്, ശൌൽ ഞങ്ങൾക്ക് രാജാവായിരിക്കുമോ എന്ന് പറഞ്ഞതാർ? അവരെ ഏൽപ്പിച്ചു തരണം, ഞങ്ങൾ അവരെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. What Saul said? എന്താകുന്നു ശൌൽ അതിന് പറഞ്ഞത്? There shall not man be put to death this day, for today the Lord hath wrought salvation in Israel. ഇന്ന് ഒരു മനുഷ്യനെയും കൊല്ലരുത്, ഇന്ന് യഹോവ ഇസ്രായേലിന് രക്ഷ വരുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. See, he had no spirit of revenge. നോക്കുക, അവന് ഇവിടെ പ്രതികാരത്തിന്റെ ഒരു ആത്മാവും ഉണ്ടായിരുന്നില്ല. As a loving person, he loved everyone. അവൻ സ്നേഹമുള്ള ഒരു വ്യക്തിയായി എല്ലാവരെയും സ്നേഹിക്കുന്നവനായി ഇവിടെ Like കാണപ്പെടുന്നു. a fatherly character, he got through the anointing of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മുഖാന്തരമായി സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പിതാവിന് വേണ്ട സൽഗുണങ്ങൾ അവന് ലഭിച്ചു. All of a sudden, a great transformation happened in his life. പെട്ടെന്ന് തന്നെ തന്റെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരം സംഭവിച്ചു. That is through anointing of the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മൂലമാകുന്നു. But he did not preserve it. എന്നാലോ താൻ അതിനെ സൂക്ഷിച്ചില്ല. As if it was granted, he counted it. അത് അവന് വെറുതെ നൽകപ്പെട്ടതുപോലെ എന്നേക്കും സ്ഥിരമായി നിൽക്കുന്ന എന്നതുപോലെ അവൻ കണക്കാക്കി. And for that, a great effort he has to make to preserve that character, but he didn't do that. അത് സൂക്ഷിക്കുവാൻ തക്കവണ്ണം വലിയൊരു പ്രയത്നം താൻ നടത്തേണമായിരുന്നു, അങ്ങനെ സൂക്ഷിക്കണമായിരുന്നു. എന്നാലോ അവനത് സൂക്ഷിച്ചില്ല. That blessing he got hastily, that did not continue with him because he did not care about that. അത് വേഗത്തിൽ അവന് ലഭിച്ചൊരു അനുഗ്രഹമായതുകൊണ്ട് അവൻ അത് കാത്തു സൂക്ഷിച്ചില്ല. അതുകൊണ്ട് അതിനു വേണ്ട കരുതലും അവൻ എടുത്തില്ല. In the life of Peter, പത്രോസിന്റെ ജീവിതത്തിൽ he walked with Jesus. അവൻ യേശുവിനോട് കൂടെ നടന്നവനാകുന്നു. 3.5 years he walked with Jesus. 3.5 വർഷക്കാലം യേശുവിനോട് കൂടെ നടന്നവൻ. He had short temper. അവന് പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. He had a character of answering back hastily. പെട്ടെന്ന് ധൃതി പിടിച്ച് ഉത്തരം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. He hated suffering. അവൻ കഷ്ടപ്പാടുകളെ വെറുത്തിരുന്നു. He exhibited himself as great. അവൻ തന്നെ വലിയവനെന്ന് കാണിച്ചിരുന്നു. Like that, so many characters we can see. അങ്ങനെ അവനെക്കുറിച്ച് പലവിധ സ്വഭാവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. Because he had been with Jesus, that did not bring change in his life. യേശുവിനോട് കൂടെ ആയിരുന്നിട്ട് പോലും അത് അവന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരത്തെ കൊണ്ടുവന്നില്ല. 3.5 years he saw character of Jesus. 3.5 വർഷം അവൻ യേശുവിന്റെ സ്വഭാവങ്ങളൊക്കെ കണ്ടവനാകുന്നു. How he was lowly and meek in heart. അവൻ എങ്ങനെ ഹൃദയത്തിൽ സൗമ്യതയുള്ളവനായിരുന്നു, താഴ്മയുള്ളവനായിരുന്നു എന്ന് കണ്ടു. As a lamb of God he walked. ദൈവത്തിന്റെ കുഞ്ഞാടായി അവൻ നടന്നതവൻ കണ്ടു. How simple life he behaved. എങ്ങനെ ലളിതമായ ഒരു ജീവിതം നയിച്ചുവെന്ന് How കണ്ടു. he forgave others. മറ്റുള്ളവരോട് എങ്ങനെ ക്ഷമിച്ചുവെന്ന് കണ്ടു. How he accepted others. മറ്റുള്ളവരെ എങ്ങനെ അംഗീകരിച്ചുവെന്ന് കണ്ടു. All these things he had seen, but in his life there was no transformation. ഇതൊക്കെയും അവൻ കണ്ടുവെങ്കിൽ തന്നെ അവന്റെ സ്വന്തം ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടായിരുന്നില്ല. And I wondered many times, being with Jesus, how his character did not change. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്, എങ്ങനെ യേശുവിനോട് കൂടെ ആയിരുന്നിട്ടും അവന്റെ സ്വഭാവത്തിനൊരു മാറ്റം വന്നില്ല എന്ന്. Really, he was with God himself. വാസ്തവത്തിൽ ദൈവത്തോട് തന്നെ കൂടെ അവൻ ആയിരുന്നുവല്ലോ. 3.5 years. 3.5 വർഷക്കാലം. It is not 1 day or 2 days. അത് 1-2 ദിനങ്ങളല്ലോ. But when anointing of the Holy Spirit came upon him, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്റെ മേൽ വന്നപ്പോൾ his character changed. അവന്റെ സ്വഭാവം മാറി. He became bold to testify about God. ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ ധൈര്യമുള്ളവനായി അവനപ്പോൾ മാറി. Earlier, though outwardly he was bold enough, but he was timid inside. പ്രാരംഭത്തിൽ നോക്കുമ്പോൾ പുറമേ ധൈര്യശാലി എന്ന് അവൻ കാണിച്ചിരുന്നുവെങ്കിൽ തന്നെയും ഉള്ളിൽ വീരത്വമുണ്ടായിരുന്നു. He denied Jesus. അവൻ യേശുവിനെ തള്ളി പറഞ്ഞു. But after that, that anointing came that made him very bold enough to testify about Jesus boldly. എന്നാൽ പിന്നീട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം ആ അഭിഷേകം യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ അവനെ ധൈര്യമുള്ളവനാക്കി മാറ്റി. In his life, that character changed. അവന്റെ ജീവിതത്തിൽ സ്വഭാവം മാറി. In the life of Elisha, when we see, എലീശയുടെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ in the beginning, his character did not change. പ്രാരംഭത്തിൽ അവന്റെ സ്വഭാവത്തിനൊരു മാറ്റം വന്നിട്ടില്ല. He had many infirmities in his life. അവന്റെ ജീവിതത്തിൽ പലവിധമായ ബലഹീനതകൾ ഉണ്ടായിരുന്നു. But slowly, change happened in his life. എന്നാൽ ക്രമേണയായ മാറ്റം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു. In 2 Kings chapter 2 verse 23, when we read, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, he was an angry man. അവൻ കോപം പെട്ടെന്ന് ജ്വലിക്കുന്ന ഒരു When വ്യക്തിയായിരുന്നു. children came and mocked him, ബാലന്മാർ കടന്നു വന്ന് അവനെ പരിഹസിച്ചപ്പോൾ, he went up from thence unto Bethel, and as he was going up by the way, there came forth little children out of the city and mocked him, and said unto him, Go up, thou bald head, go up, thou bald head.
അവൻ അവിടെ നിന്ന് ബഥേലിലേക്ക് പോകുന്ന വേളയിൽ അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവനെ പരിഹസിച്ച് അവനോട് മൊട്ടത്തലയാ കേറിവാ എന്ന് പറഞ്ഞു. He was bald head. അവൻ മൊട്ടത്തലയൻ തന്നെ ആയിരുന്നു. That's why they told അതുകൊണ്ടാകുന്നു അവർ പറഞ്ഞത്. that he could not bear it. എന്നാലോ അവനത് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. They were not enemies അവർ ശത്രുക്കളായിരുന്നില്ല, and they were not adults. മാത്രമല്ല അവർ മുതിർന്നവരും ആയിരുന്നില്ല, They were children. അവർ ബാലന്മാരായിരുന്നു. He could not take that. അവൻ അതുപോലും അംഗീകരിപ്പാൻ കഴിഞ്ഞില്ല. While he heard that voice, bald head, he got angry. ആ മൊട്ടത്തലയ എന്ന വാക്ക്, ആ സ്വരം കേട്ടപ്പോൾ ഉടനെ അവന് കോപം ജ്വലിച്ചു. He turned back. അവൻ തിരിഞ്ഞു, He looked on them അവരെ നോക്കി and cast them in the name of the Lord. യഹോവയുടെ നാമത്തിൽ അവരെ ശപിച്ചു. There came forth 2 she-bears out of the wood and tear 40 and 2 children of them. അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്ന് അവരിൽ 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. See, because there was no transformation, he cast them. Even when she-bears came and told them, he was silent. നോക്കുക, ആ ഘട്ടത്തിൽ അവന് സ്വഭാവത്തിൽ രൂപാന്തരം വരാത്തതുകൊണ്ട് അവൻ ശപിക്കുകയും മാത്രമല്ല, കാട്ടിൽ നിന്ന് 2 പെൺകരടികൾ വന്ന് 42 ബാലന്മാരെ കീറിക്കളഞ്ഞപ്പോഴും അതിനെക്കുറിച്ച് അവനൊരു ദുഃഖവും ഉണ്ടായിരുന്നില്ല. Even that time he could stop it. വേണമെങ്കിൽ ആ സമയം അവന് നിർത്താമായിരുന്നു. When she-bears came, immediately he could have prayed to God and stop it. 2 പെൺകരടികൾ കയറി വരുന്നത് അവൻ കണ്ടപ്പോൾ വേണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചത് നിർത്താമായിരുന്നു. Or after tearing 1 or 2 children, he could stop it. അല്ലെങ്കിൽ 1 or 2 ബാലന്മാരെ കീറിക്കളഞ്ഞതിന് ശേഷം വേണമെങ്കിൽ അവൻ നിർത്താമായിരുന്നു. But in his heart, that anger was there. എന്നാലോ അവന്റെ ഹൃദയത്തിൽ ആ Who കോപമുണ്ടായിരുന്നു. are they to mock me? എന്നെ ഇങ്ങനെ പരിഹസിപ്പാൻ ഇവർ ആർ? I am a prophet. ഞാനൊരു I am പ്രവാചകനാകുന്നു, a great man. ഞാൻ വലിയൊരു I വ്യക്തിയാകുന്നു, am with a double portion of anointing. എനിക്ക് ഇരട്ടി പങ്കുള്ള അഭിഷേകമുള്ള ഒരു വ്യക്തിയാകുന്നു. And these children, let this land come to know that I am anointed of the Lord. ഈ ബാലന്മാര് മാത്രമല്ല, ഈ ദേശവും ഞാൻ യഹോവയാൽ അഭിഷക്തനെന്ന് അറിയുമാറാകട്ടെ. Not only that, in the life of Gehazi, മാത്രമല്ല ഗേഹസിയുടെ ജീവിതത്തിലും when Gehazi received gifts from Naaman, നാമാനിൽ നിന്നും വസ്തുവകകളെ അവൻ പ്രാപിച്ചപ്പോൾ, when he returned, അവൻ മടങ്ങി വന്നപ്പോൾ he got angry with him. അവനോടും അവൻ കോപിച്ചു. He told the truth. അവൻ സത്യം പറഞ്ഞു. But another side, എന്നാൽ മറുവശത്ത് he cursed him. അവൻ ശപിച്ചു. He did not forgive him. അവനോട് ക്ഷമിച്ചില്ല, He did not accept him. അവനെ അംഗീകരിച്ചില്ല. In 2 Kings 5th chapter, നാം രാജാക്കന്മാർ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 26th and 27th when we read, 26-27 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ he said unto him, അവനോട് അവൻ പറഞ്ഞത്, when not mine heart with thee, എന്നോടുകൂടെ എന്റെ ഹൃദയം വന്നില്ലയോ? when the man turned again from his chariots to meet thee, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ? it is a time to receive money ദ്രവ്യം സമ്പാദിപ്പാനുള്ള സമയം ഇതാകുന്നുവോ? and to receive garments വസ്ത്രങ്ങളെ പ്രാപിപ്പാനുള്ള സമയം ഇതാകുന്നുവോ? and olive yards ഒലിവ് തോട്ടങ്ങളെ സമ്പാദിപ്പാനുള്ള സമയം and ഇതാകുന്നു. vineyards മുന്തിരി തോട്ടങ്ങളെ സമ്പാദിപ്പാൻ ഇതാകുന്നു And the sheep. സമയം. ആടുമാടുകൾ and oxen മാത്രമല്ല and മൃഗങ്ങൾ, men servant and maid servants. ദാസി ദാസന്മാർ. The leprosy therefore of Naaman shall cleave unto thee. അതുകൊണ്ട് നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും. See, he cursed him immediately. നോക്കുക, ഉടനെ തന്നെ അവനെ ശപിച്ചു. He told the truth, this is not the time. അവൻ സത്യമാകുന്നു പറഞ്ഞ് ഇതല്ല ആ സമയമെന്ന്. He could have rebuked him. വേണമെങ്കിൽ അവനെ ശാസിക്കാമായിരുന്നു. He could have corrected in another way. മറ്റൊരു രീതിയിൽ അവനെ ക്രമപ്പെടുത്തിയെടുക്കാമായിരുന്നു. But immediately he cursed. ഉടനെ തന്നെ അവൻ ശപിച്ചു. This leprosy will come upon you and your seed. ഈ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും വരുമെന്ന് ശപിച്ചു. You will have leprosy and your generation also will have. നിനക്കുമുണ്ടാകും, നിന്റെ തലമുറയ്ക്കും എന്നേക്കും ഈ കുഷ്ഠമുണ്ടാകും. Immediately he went out as a leper. ഉടനെ തന്നെ അവൻ കുഷ്ഠരോഗിയായ അവിടെ നിന്ന് കടന്നുപോയി. He saw his whole body become white as snow. മാത്രമല്ല ഹിമം പോലെ അവന്റെ ശരീരം മുഴുവൻ വെളുത്തതും അവൻ കണ്ടു. Because of his anger, he did it. അവന്റെ കോപം മുഖാന്തരമായി അവൻ ചെയ്തു. But in his latter days, എന്നാൽ പിന്നീടുള്ള കാലഘട്ടം നോക്കുമ്പോൾ God changed his character. ദൈവം അവന്റെ സ്വഭാവത്തെ മാറ്റി. In 6th chapter when we read, 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ here king of Syria sent his soldiers and army to take Elisha. ഇവിടെ ആരാം രാജാവ് തന്റെ ഭൃത്യന്മാരെ പടയാളികളെയും ഒക്കെയും എലീശയെ പിടിപ്പാൻ അയക്കുന്നു. His servant scared very much. അവരുടെ ആ ദാസന്മാർ അധികം ഭയപ്പെട്ടുപോയി. He prayed, God opened their eyes. അവൻ പ്രാർത്ഥിച്ചു, അവരുടെ കണ്ണുകൾ ദൈവം തുറന്നു. They saw fiery chariots around them. അവർക്ക് ചുറ്റും അഗ്നിമയമായ രഥങ്ങളെ അവൻ കണ്ടു. Finally, anyhow, he went and led that Syrian army to the very city. എങ്ങനെയായിരുന്നാലും അവസാനത്തെങ്കിൽ ആരാമ്യപ്പടയെ അവൻ ആ നഗരത്തിലേക്ക് കൊണ്ടുപോയി. Thereafter, he prayed, let
God opened their eyes. പിന്നീടാകുന്നു പ്രാർത്ഥിച്ചത് ദൈവമേ ഇവരുടെ കണ്ണുകളെ തുറക്കണമെന്ന്. When God opened their eyes, ദൈവം അവരുടെ കണ്ണുകൾ തുറന്നപ്പോൾ they were in the midst of the city. അവർ നഗരത്തിന്റെ മധ്യഭാഗത്ത് തന്നെ ആയിരുന്നു. What the king of Israel asked, എന്താകുന്നു ഇസ്രായേൽ രാജാവ് അവരോട് പറഞ്ഞത്? shall I smite them? Shall I smite them? എലീശയോട് എന്താകുന്നു ചോദിച്ചത്? ഞാൻ അവരെ വെട്ടിക്കളയട്ടെ. My father, എന്റെ പിതാവേ, they came against you. നിനക്ക് വിരോധമായി അവർ കടന്നു വന്നല്ലോ. They came against our city. നമ്മുടെ നഗരത്തിന് വിരോധമായി അവർ വന്നു. Shall I smite them? ഞാൻ അവരെ വെട്ടിക്കളയട്ടെ. If he had that old character, തനിക്ക് ആ പഴയ സ്വഭാവം തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ definitely he would have given permission. തീർച്ചയായും അനുവാദം കൊടുത്തേനെ. But he did not give permission. അപ്പോൾ കൊടുത്തില്ല. What he said? എന്താകുന്നു അവൻ പറഞ്ഞത്? Verse 22. അതിന്റെ 22-ാം വാക്യം. He answered, thou shalt not smite them. അതിനവൻ നീ വെട്ടിക്കളയരുത്. Wouldest thou smite those whom thou hast taken captive with thy sword and with thy bow? നിന്റെ വാൾ കൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ? Contrary way. നോക്കുക, നേരെ തിരിച്ച്. He told, set bread and water before them, അവൻ ഇപ്രകാരമാകുന്നു പറയുന്നത്, അവരുടെ മുൻപാകെ അപ്പവും വെള്ളവും നീ വെക്കുക, that they may eat and drink and go to their master. അവർ തിന്നു കുടിച്ച് തങ്ങളുടെ യജമാനന്റെ അടുക്കൽ മടങ്ങി പോകേണ്ടതിന്. Now loving his enemies, ഇപ്പോൾ തന്റെ ശത്രുക്കളെ അവൻ സ്നേഹിക്കുന്നു. who hated him, unto them he is doing favor. തന്നെ ദ്വേഷിച്ചവരോട് അവർക്ക് അവൻ കടാക്ഷം കാണിച്ച് കൃപ ചെയ്യുന്നു. Not only that, മാത്രമല്ല in the same chapter, അതേ അധ്യായത്തിൽ we can read at 32nd verse, 32-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, king sent man to kill him. ഇവിടെ രാജാവ് തന്നെ കൊല്ലുവാൻ ചിലരെ അയക്കുന്നു. What he said? എന്താകും താൻ പറഞ്ഞത്? How this son of a murderer hath sent to take away mine head. എന്റെ തലയെടുത്തുകൊള്ളുവാൻ ആ കുലപാതക പുത്രൻ ആളയച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ? The messenger, he has come, shut the door. നോക്കുക, ദൂതൻ വരുമ്പോൾ നിങ്ങൾ വാതിലടച്ച് അവനെ തടുക്കണം. His master also following him. അവന്റെ യജമാനവും അവനെ പിന്തുടരുന്നു. But in 7th chapter, എന്നാൽ 7-ാം അധ്യായത്തിൽ he prophesying, അവൻ പ്രവചിച്ചുകൊണ്ട് പറയുന്നത്, tomorrow about this time shall the measures of fine flour be sold for a shekel, and 2 measures of barley for a shekel in the gate of Samaria. സമരിയുടെ പടിവാതിൽ നാളെ ഈ നേരത്ത് ശേക്കലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കും. He did not say, you send to murder me or kill me, therefore I am cursing, you are going to die in famine. നീ എന്നെ കൊല്ലുവാൻ തക്കവണ്ണം അയക്കപ്പെട്ടവനാകുന്നുവല്ലോ, അതുകൊണ്ട് നീ ക്ഷാമം അനുഭവിച്ച് മരിക്കുമെന്ന് പറഞ്ഞില്ല. And instead of that, he is pronouncing blessing. അതിന് പകരമായി അവൻ അനുഗ്രഹമാകുന്നു കൊടുക്കുന്നത്. Dear children of God, പ്രിയ ദൈവമക്കളെ, in your life, നിങ്ങളുടെ ജീവിതത്തിൽ you may be having so much of character transformation is to be needed. നിങ്ങളുടെ സ്വഭാവം നോക്കുമ്പോൾ അനേകമായ രൂപാന്തരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. You may be hating your character, ഒരുപക്ഷെ നിങ്ങളുടെ സ്വഭാവത്തെ തന്നെ നിങ്ങൾ വെറുക്കുന്നുണ്ടായിരിക്കും. or may have different doubts. Still I am having angry. Still I am having lust. And like that, so many characters, what you facing in your life. About that, you may have a burden in your heart. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വഭാവം, ചിലപ്പോൾ നിങ്ങൾ കോപിക്കുന്ന സ്വഭാവം, മോഹം ജനിപ്പിക്കുന്ന സ്വഭാവം, ഇതൊക്കെയും കണ്ട് സംശയങ്ങളും പലവിധമായ ഭാരങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായിരിക്കും. Envy, bitterness, ശത്രുത, കയ്പ്, like that, so many characters in my life. അങ്ങനെ പല സ്വഭാവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടല്ലോ. Many years passed by, അനേക വർഷങ്ങൾ ഇപ്പോൾ പോയിരിക്കുന്നു. as if nothing happened. ഒരു മാറ്റവും ഇല്ലാത്തതുപോലെ I am feeling in Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിൽ I am നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. speaking in unknown tongue. ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നു. I enjoy the presence of ഞാൻ God. ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. Even God speaks to me. ദൈവം എന്നോട് സംസാരിക്കുകയും പതിവുണ്ട്. And spiritually, I am having some blessing. ആത്മീയമായി നോക്കുമ്പോൾ ചില അനുഗ്രഹങ്ങളൊക്കെയും എനിക്കുമുണ്ട്. But when I go back, once again, same character comes. എന്നാൽ മടങ്ങിപ്പോകുന്ന വേളയിൽ അതേ സ്വഭാവങ്ങൾ തന്നെ വീണ്ടും ജീവിതത്തിലേക്ക് വരുന്നു. Why? എന്തുകൊണ്ട്? Why I this? എന്തുകൊണ്ട് ഇങ്ങനെ? Why this lackings? എന്തുകൊണ്ടാകുന്ന ഈ കുറവുകൾ? Is it not Holy Spirit which I have received? It's proper? ഞാൻ പ്രാപിച്ച പരിശുദ്ധാത്മാവ് തന്നെയല്ലയോ? Is it not working in my character side to bring transformation? എന്റെ സ്വഭാവത്തിൽ രൂപാന്തരം കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ലയോ? Dear child of God, പ്രിയ ദൈവത്തിലെ, He is true to change your life. നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ തക്കവണ്ണം അവൻ സത്യവാനായി നിലകൊള്ളുന്നു. God is going to do that. ദൈവം അത് ചെയ്യുവാൻ പോകുന്നു. Come, let us all stand up in the presence of God. വരിക, നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Let us surrender our body, soul and spirit. നമ്മുടെ ദേഹാത്മതകളെ കർത്താവിന് സമർപ്പിക്കാം. A mighty anointing, let it come. ഒരു ശക്തമേറിയ അഭിഷേകം വരട്ടെ. According to our desire, God will do. നമ്മുടെ ആഗ്രഹത്തിനൊത്തവണ്ണം തന്നെ ദൈവം ചെയ്യും. Elisha might have desired that. എലീശയും അപ്രകാരം ആഗ്രഹിച്ചിരിക്കാം. Peter desired that. പത്രോസ് ആഗ്രഹിച്ചു. All saints, they desired that. സകല വിശുദ്ധന്മാരും അപ്രകാരം ആഗ്രഹിച്ചു. God did in their life and made them saints. ദൈവം അവരുടെ ജീവിതത്തിൽ ആ പ്രവൃത്തി ചെയ്ത് അവരെ വിശുദ്ധന്മാരാക്കി മാറ്റി. God perfected them. ദൈവം അവരുടെ ജീവിതത്തിൽ In your life, in my life also, He is going to do that. നിങ്ങളുടെയും എന്റെ ജീവിതത്തിൽ ദൈവം അപ്രകാരം തന്നെ ചെയ്യുവാൻ പോകുന്നു. Believe.
you will see the glory of God. വിശ്വസിക്കുക, അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും. Believe, hand of God will come upon you. വിശ്വസിക്കുക, അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ വരും. He will help in your infirmities. നിങ്ങളുടെ ബലഹീനതയിൽ അങ്ങനെയെങ്കിൽ അവൻ സഹായിക്കും. He will establish his character, take away your character. നിങ്ങളുടെ സ്വഭാവങ്ങളെ മാറ്റി അവന്റെ സ്വഭാവത്തെ അവൻ സ്ഥിരമാക്കും. Hallelujah. It's not by might, it's not by power, but by my spirit, say the Lord of hosts. It's not by might, it's not by power, but by my spirit, say the Lord. This mountain shall be removed. This mountain shall be removed. This mountain shall be removed. By my spirit, say the Lord. It's not by might, it's not by power, but by my spirit, say the Lord of hosts. It's not by might, it's not by power, but by my spirit, say the Lord. This mountain shall be removed. This mountain shall be removed. This mountain shall be removed. Spirit, say the Lord. This mountain shall be removed. This mountain shall be removed. This mountain shall be removed. By my spirit, say the Lord. This mountain shall be removed. This mountain shall be removed. This mountain shall be removed. In the name of Jesus, 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 in the name of Jesus. Let anointing come, 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 let the holy power come, amen, Holy Spirit come, amen, amen. Your weakness may be like a mountain. നിങ്ങളുടെ ബലഹീനത ഒരുപക്ഷേ പർവ്വത തുല്യമായിരിക്കാം. You may be wondering how it will go from your life. നിങ്ങളുടെ ജീവിതത്തെ വിട്ട് ഇതെങ്ങനെ മാറിപ്പോകുമെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാകും. They will maybe continuously say, this mountain cannot be removed. പിശാച് തുടരെ നിങ്ങളോട് പറയുന്നുണ്ടാകാം, ഈ പർവ്വതം ഒരു നാൾ നീങ്ങിപ്പോകയില്ല. But there is a good news for you. എന്നാലോ നിങ്ങൾക്കൊരു സുവാർത്തയുണ്ട്. It can't stand before Zerubbabel. സെരുബ്ബാബേലിന്റെ മുമ്പാകെ അത് നിൽപ്പാൻ കഴിയുകയില്ല. It can't stand before Holy Spirit. പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ അത് നിൽപ്പാൻ കഴിയുകയില്ല. It can't stand before Holy God. പരിശുദ്ധ ദൈവത്തിന്റെ മുമ്പാകെ അതിന് നിലനിൽപ്പില്ല. When anointing comes, അഭിഷേകം വരുമ്പോൾ it will make all the mountains plain. സകല പർവ്വതങ്ങളെയും അത് സമഭൂമിയാക്കി It will മാറ്റും. transform your character. അത് നിങ്ങളുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തും. It will come with new grace. അത് പുതിയ കൃപയോടുകൂടെ കടന്നു You വരും. are going to hate and give up all your old characters. നിങ്ങളുടെ പഴയ സ്വഭാവങ്ങളെയൊക്കെ വെറുത്ത് നിങ്ങൾ അതിന് അകറ്റിക്കളവാൻ You പോകും. are going to be a overcomer. നിങ്ങളൊരു ജയാളിയായി മാറുവാൻ You are പോകും. going to be a overcomer. നിങ്ങളൊരു ജയാളിയായി മാറുവാൻ പോകുന്നു. Believe the word of God. ദൈവവചനത്തെ വിശ്വസിപ്പീൻ. Believe the power of God. ദൈവശക്തിയെ വിശ്വസിപ്പീൻ. Power of God is for you. ദൈവശക്തി അത് നിങ്ങൾക്കുള്ളതാണ്. Receive in the name of Jesus. യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചുകൊള്ളുക. Receive in the name of Jesus. യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചുകൊള്ളുക. Change, Lord, change my character, Lord. Amen. Divine nature be created. Divine nature be created. Divine nature be created. Amen. Divine nature be created, Lord, in the name of Jesus. In the name of Jesus. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Amen. It may be look like that he is delaying. അവൻ താമസിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. But dear child of God, എന്നാൽ പ്രിയ ദൈവത്തിലെ what he does, എന്താകുന്നു അവൻ ചെയ്യുന്നത്? he makes you to understand that you are weak. നിങ്ങൾ ബലഹീനരെന്ന് നിങ്ങളെ തന്നെ അവൻ മനസ്സിലാക്കി. To humble in the presence of God. ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തുവാൻ. To receive God 100% in your life. 100% ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ. To receive the power of God and to totally surrender to that. ദൈവശക്തിയെ പ്രാപിച്ച് അതിന് മുറ്റുമായി നിങ്ങളെ തന്നെ സമർപ്പിപ്പാൻ. And to make you overcomer. നിങ്ങളെ ഒരു ജയാളിയാക്കി മാറ്റുവാൻ. And to make you to stand before him. അവന്റെ മുമ്പിൽ നിർത്തുവാൻ. Through his spirit he is doing great work in your life, believing that shall we all praise God. അവന്റെ ആത്മാവ് മുഖാന്തരമായി നിങ്ങളുടെ ജീവിതത്തിൽ വൻ പ്രവൃത്തിയെ അവൻ ചെയ്തു വരുന്നു. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Definitely we will be changed. തീർച്ചയായും നമുക്ക് മാറ്റമുണ്ടാകും. And our character, our image will be transformed. നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ രൂപസാദൃശ്യം അതിനൊരു മാറ്റമുണ്ടാകും. Before the coming of the Lord, definitely God will do that. കർത്താവിന്റെ വരവിന് മുമ്പേ തീർച്ചയായും ദൈവം ആ പ്രവൃത്തി ചെയ്തു തികയ്ക്കും. Already he has done in many aspects. പല ഭാഗങ്ങളിലും അവൻ ഇതിനോടകം തന്നെ ചെയ്തിരിക്കും. Even rest of the aspect he will do it
and make us perfect, believing that shall we all praise God. ശിഷ്ടമുള്ള ജീവിത ഭാഗങ്ങളിലും അവൻ ചെയ്ത് ആ പ്രവൃത്തി അവൻ തികയ്ക്കും. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Word of God says, in his coming we shall be like him. തിരുവചനം നമ്മോട് ഇപ്രകാരമാകുന്നു പറയുന്നത്, അവന്റെ വരവെങ്കിൽ അവനെ പോലെ നാം കാണപ്പെടും. Because we are going to see him as he is. എന്തുകൊണ്ടെന്നാൽ നാം ആയിരിക്കുന്നത് പോലെ നാം അവനെ കാണുവാൻ പോകുന്നു. We are going to be like Jesus in his coming, believing that shall we all praise God. യേശുവിന്റെ വരവെങ്കിൽ നാം യേശുവിനെ പോലെ ആയി തീരുവാൻ പോകുന്നു. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Surrendering our body, soul and spirit in the hands of God, shall we all praise him. നമ്മുടെ ദേഹാത്മതകളെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Giving all glory, honor and praise to triune God, and triune God only shall we all praise him. ത്രിയേക ദൈവത്തിന് നിന്റെ സകല മാനവും മഹത്വം പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord.